ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് വണ്ടിക്ക് ഓട്ടം വളരെ കുറവാണ്. ഞായറാഴ്ച സമയത്ത് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ ചില്ലറ വർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിറവ് കയറ്റൽ, ലോഡിങ്, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു പണിക്കൊക്കെ നമ്മൾ പോകും കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ജോലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഒരു വീട്ടിൽ നിന്ന് കുറച്ച് വിറവെടുത്തിട്ട് അവരുടെ ബന്ധു വീട്ടിലോട്ട് ഇറക്കണം. അപ്പോൾ നമ്മുടെ സൈറ്റ് എന്ന് പറയുന്നത് തൈ കാണുന്ന നീല ടാർപ്പ് അടിച്ച ഈ വീടാണ് കേട്ടോ. ഇവരെ വീട്ടിൻ്റെ ബേക്കിൽ മഴ സമയത്ത് 1-2 മരങ്ങളൊക്കെ വീണു. അങ്ങനെ അതെല്ലാം അവർ കട്ട് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അത് നമ്മൾ പിക്കപ്പ് കൊണ്ടുവന്നിട്ട് കയറ്റി തൊട്ടടുത്ത് തന്നെ അവരുടെ ബന്ധു വീട് അവിടെ കൊണ്ട് ഇറക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ്റ് കൂലി പ്ലസ് വണ്ടിക്കൂലിയും കിട്ടും. ഇപ്പോൾ സമയം വന്നിട്ട് 8:15. അളിയൻ വണ്ടിയും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് 8:30 ആകുമ്പോഴത്തേക്ക്. അപ്പം അളിയനെയും കാത്തിരിക്കുന്ന കട്ട വെയിറ്റിങ്. ഒന്നും കഴിച്ചിട്ടില്ല. ഞായറാഴ്ച ആയതുകൊണ്ട് വീട്ടുകാരെല്ലാം എണീക്കാൻ വളരെയധികം താമസിക്കും. അപ്പോൾ അകത്ത് നമുക്ക് എന്താണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. യെസ്, അപ്പോൾ നമ്മുടെ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിക്കറി മുട്ടക്കറി എന്ന് വേണമെങ്കിൽ പറയാം. മുട്ടക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തിനാ വെച്ചാൽ ഇതിൻ്റെ അവിടെ ഉള്ളത് ചപ്പാത്തിയാണ് കേട്ടോ. അപ്പം ചപ്പാത്തി ഇനി ഉണ്ടാക്കത്തേ ഉള്ളൂ. അപ്പം സമയം വന്നിട്ട് 8:15. സാധാരണ കൊച്ചിനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇവരൊക്കെ നേരത്തെ എണീച്ചെല്ലാം ഉണ്ടാക്കി വയ്ക്കും. ഞായറാഴ്ച മിക്ക വീടുകളിലെയും പോലെ ഇവിടെയും എല്ലാവരും താമസിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി വന്നതിന് ശേഷം സൈറ്റിലോട്ട് പോകാം. സൈറ്റിലോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന മച്ചന്മാരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, മച്ചാന്മാർ മാത്രമല്ല മച്ചാത്തികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം. ഓക്കെ. 1 hour later. അപ്പോൾ ഈ വരുന്നതാണ് കേട്ടോ നമ്മുടെ പിക്കപ്പ്. BS6 ആണ്. 2020 മോഡലാണ്. ഇത് വേറെ ആൾ മേടിച്ചിട്ട് സെക്കൻഡ് ഹാൻഡ് നമ്മളെടുത്തതാണ്. സംഭവം പുള്ളിക്കാരൻ ഗൾഫിൽ പോകണം, അത്യാവശ്യമാണെന്നൊക്കെ പറഞ്ഞു, പൈസയ്ക്ക് അത്യാവശ്യം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വണ്ടി വിൽക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മളൊരു പിക്കപ്പ് തേടി നടക്കുകയായിരുന്നു. അങ്ങനെ എടുത്ത വണ്ടിയാണ്. പക്ഷേ നമുക്ക് കിട്ടിയ പണി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സെൻസർ വണ്ടി ആ സമയത്ത് ഇങ്ങനെ കംപ്ലൈൻറ്റുകളൊക്കെ കൂടുതൽ വരുന്നൊരു കാര്യം നമ്മൾ അറിയാതെ പോയി എടുത്ത ഒരു വണ്ടിയാണ് കേട്ടോ. പക്ഷേ നമുക്ക് വലുതായിട്ട് ഇതുവരെ ഒന്നും കംപ്ലൈൻ്റ് ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അത്രയ്ക്ക് സൂക്ഷിച്ചൊക്കെയാണ് പയ്യൊക്കെയാണ് പോകുന്നത്. പൊതുവേ പറയുന്നുണ്ട് സെൻസർ വണ്ടികൾ എപ്പോഴും കംപ്ലൈൻ്റ് ആണെന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോഴേ നമുക്ക് നേരെ ബാക്കിലാണ് സൈറ്റ്. നമുക്ക് നേരെ സൈറ്റിലോട്ട് പോവാം. ഈ പണി 2-3 ദിവസമായിട്ട് പറഞ്ഞതാണ്. നമുക്ക് ഞായറാഴ്ച ആവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്നാലും നമുക്ക് വണ്ടി ഒതുക്കിയിട്ട്, അതായത് ആട്ടോ ഒതുക്കിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ജോലിക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വീട്ടിനടുത്തായതുകൊണ്ട് അവർ കേട്ടു, കുഴപ്പമില്ലെന്ന് പറഞ്ഞത്. ഇവിടെയാണ് വലിയൊരു പ്ലാവ് നിന്ന് കേട്ടോ. മതിലിൽ കൂടെ ഇടിഞ്ഞു വീഴുകയാണ് ചെയ്തത്. അതിൻ്റെ കട്ട് ചെയ്ത് തടി അവർ കൊണ്ടുപോയതിൻ്റെ ബാക്കി പീസാണ് ഈ കിടക്കുന്നത്. ഇത് അവരുടെ ബന്ധുവിൻ്റെ വീട്ടിൽ ഇറക്കി കൊടുക്കണം. പിന്നെ അപ്പുറത്തെ തെങ്ങിൻ്റെ വീട്ടിലും കുറച്ചുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ പണി തുടങ്ങുകയാണ്. അപ്പോൾ തുടങ്ങിയാലോ? ഓക്കെ. പലർക്കും സംശയം ഉണ്ടാവും, ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്താൽ എത്ര രൂപയാണ് ശമ്പളം കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഒരിക്കലും കറക്റ്റായിട്ടുള്ള ശമ്പളം പറയാൻ പറ്റത്തില്ല കേട്ടോ. നമ്മൾ ചെയ്യുന്ന ജോലി സ്ഥലത്തിൻ്റെ ദൂരവും വണ്ടിയിൽ കയറ്റുന്ന ലോഡിങ്ങിൻ്റെ ദൂരവും കണക്കിരിക്കും. പിന്നെ ചില സ്ഥലങ്ങൾ നല്ല അടുത്ത് വണ്ടി സൈറ്റിൽ ചെല്ലും. പിന്നെ അല്ലെങ്കിൽ ഇതേപോലുള്ള ചുമടുകളൊക്കെ കിട്ടും. എന്തായാലും ഇത് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 200 രൂപ പിക്കപ്പ് ചാർജും 500 രൂപ നമ്മുടെ ലോഡിങ്ങിനുമാണ് കേട്ടോ. മൊത്തത്തിൽ 700 രൂപ. നമ്മൾ ഇവിടെ എല്ലാം പിക്കപ്പിന് മിനിമം വാങ്ങുന്നത് 200 രൂപയാണ് കേട്ടോ. ചില സ്ഥലങ്ങളിൽ 150 വാങ്ങുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ മൊത്തം 200 ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ എത്രയാണെന്നുള്ളത് കമൻറ്റ് രേഖപ്പെടുത്തു.
അപ്പോൾ മഴ സീസൺ ആയപ്പോഴത്തേക്കും ഇതേപോലുള്ള ഒരുപാട് മരങ്ങളൊക്കെ ഒടിഞ്ഞു വന്ന് വീണ് ഇത് കണക്ക് വെട്ടി, മരം മുറിക്കുന്നവർ തന്നെ ഇത് കണക്ക് വെട്ടിയിട്ടിട്ട് നമ്മളെ വിളിക്കും, ഇന്ന സ്ഥലത്ത് കൊണ്ട് ഇറക്കി കൊടുക്കണം, അവിടെ ഇറക്കി കൊടുക്കണം എന്നൊക്കെ പറയും. അപ്പോഴും നമുക്ക് ആ ലൊക്കേഷൻ കിട്ടുമ്പോഴാണ് ഇത് കണക്കുള്ള ജോലിക്ക് നമ്മൾ ഓട്ടമില്ലാത്ത സമയം നോക്കി പോകുന്നത്. അപ്പോൾ ഇതും ഒരു ചെറിയ പാർട്ട് ടൈം ജോലി കണക്ക് ചെയ്യാം. ഇതൊരു ജോലി തന്നെ, പാർട്ട് ടൈം ജോലി പോലെ അങ്ങ് പോവും. പിന്നെ നമുക്ക് എന്താ പറയുന്നത്, ശരീരം നല്ലതാണല്ലോ. നമ്മുടെ പിക്കപ്പ് ഫുള്ളായി കേട്ടോ. അപ്പോൾ ഇനി ഒരു ട്രിപ്പും കൂടെ ഉണ്ട്, അത് ഇന്നില്ല, അത് അടുത്ത ഫ്രീ ആയിട്ടുള്ള ദിവസം. അപ്പോഴേ ഞീത്തും പിന്നെ ആ തെങ്ങിൻ്റെ കൂട്ടി കിടക്കുന്ന കുറച്ച് സാധനവും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ എന്തായാലും കൊണ്ടു കൊടുക്കാം. ലോഡ് ഫുള്ളായിട്ടോ. ഫുള്ളായില്ല, ഇനി കുത്തു വെച്ച് കഴിഞ്ഞാൽ ഇനിയും കയറ്റാം. പക്ഷെ അവർ സ്വന്തക്കാർക്കായതുകൊണ്ട് കുറച്ച് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ലെവലിൽ കൊടുത്താൽ മതിയെന്ന് പ്രത്യേകം പറഞ്ഞു. അപ്പോൾ നമുക്കിനി ഇത് കൊണ്ടുപോകണം. പോയാലോ? ബേക്കോട്ട് ഇവിടെ കുറച്ച് പാടാണ് ഇവിടെ കയറാൻ. സെൻസർ വണ്ടിയാണ്ടാണ് ഈ ബേക്കിലോട്ട് കയറാനായിട്ട് നല്ല പാട്. നല്ല പിടിപ്പിച്ചാൽ മാത്രം കയറും. നമ്മളെ BS4 ആണെങ്കിൽ കൈ കൊടുക്കുന്നുണ്ട്, അത് ചാടിക്കുക. ഇത് ഒടുവും കുറവാണ് വണ്ടിക്ക്, അതുകൊണ്ട് കുറച്ച് പാടാണ്. മതി. ആ തിരിച്ചോ. നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ കേട്ടോ. 500 രൂപ കേറ്റിറക്ക് കൂലിയും 200 രൂപ പിക്കപ്പ് കൂലിയും ചേർത്ത് 700 രൂപ ചോദിച്ചു. വിറവിന് പൈസ ഇല്ല. അപ്പോൾ 700 രൂപ ചോദിച്ചപ്പോഴത്തേക്കും വീട്ടുകാർ 1000 രൂപ തന്നിട്ട് പറഞ്ഞ് ബാക്കി നിങ്ങൾ എടുത്തോളാം. അപ്പോൾ ചില കസ്റ്റമറൊക്കെ ഇതേപോലെ ഉള്ളവർ കാണും. എല്ലാവരും ഇതേ കണക്ക് തരണമെന്നൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ പരിപാടി കഴിഞ്ഞു. ഇനി പോയിട്ട് വേണം കുളിച്ചിട്ട് ഓട്ടം ഓടാനായിട്ടുള്ള ബാക്കി. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുകിട്ടാം. ഓക്കെ അല്ലേ? ഓക്കെ.